2025 കാനഡയിൽ ഒരുപാട് ആളുകൾ ആശയക്കുഴപ്പത്തിലും വിഷമത്തിലുമാണ്. ഏകദേശം 5 ലക്ഷം വർക്ക് പെർമിറ്റുകൾ 2025 ഡിസംബറിൽ അവസാനിക്കും. സ്ഥിരതാമസത്തിനുള്ള അനുമതി കിട്ടാത്തവർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. കാനഡയിൽ വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞാൽ PR സ്റ്റാറ്റസ് ഇല്ലാത്തവർ സാധാരണയായി അവരുടെ രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരും. ഇത് പലരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് COVID-19 മഹാമാരിക്ക് ശേഷം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരെ. ഇപ്പോൾ ഏകദേശം 20 ലക്ഷം ആളുകൾക്ക് കാനഡയിൽ PR സ്റ്റാറ്റസ് ഇല്ല. ഇതിൽ വർക്ക് പെർമിറ്റും സ്റ്റുഡൻറ്റ് വിസയും ഉള്ളവരുമുണ്ട്. ഇതിൽ പകുതി ആളുകളുടെ വർക്ക് പെർമിറ്റ് ഈ വർഷം തീരും. അവർക്ക് ഇവിടെ തുടരാൻ പറ്റുമോ അതോ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്നുള്ള ആകാംക്ഷയിലാണ് പലരും. കാനഡ എക്സ്പ്രസ് എൻട്രി, കോമൺവെൽത്ത്, എക്സ്പീരിയൻസ് ക്ലാസ് പോലുള്ള വിഭാഗങ്ങളിൽ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് PRന് ക്ഷണം കിട്ടുന്നത്. സാധാരണയായി 3000 പേർക്കാണ് ക്ഷണം ലഭിക്കുന്നത്. എന്നാൽ ഒരു മാസം ഇത് 9000 ഉയർന്നു. താൽക്കാലികമായി താമസിക്കുന്ന ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും PRന് കുറഞ്ഞ അപേക്ഷകരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. എങ്ങനെ എല്ലാവർക്കും PR കിട്ടുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിലും പലരും കാനഡയിൽ എങ്ങനെ തങ്ങാമെന്ന് ആലോചിക്കുന്നുണ്ട്. 2028 ആകുമ്പോഴേക്കും PRനുള്ള നിയമങ്ങൾ എളുപ്പമാകുമെന്നും കൂടുതൽ അവസരങ്ങൾ വരുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡയിൽ ഏകദേശം 4 കോടി ആളുകളേ ഉള്ളൂ. 2023 കണക്കാണിത്. ഇത് കേരളത്തിലെ ജനസംഖ്യയ്ക്ക് തുല്യമാണ്. കുറഞ്ഞ ജനസംഖ്യ കാരണം രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല. COVID-19 ശേഷം പല കമ്പനികളും ഉൽപ്പാദനം കുറയ്ക്കുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 2028 സ്ഥിതിഗതികൾ മാറുമെന്നും കൂടുതൽ ആളുകളെ PRനായി ക്ഷണിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും 2026 കാനഡയിൽ കോഴ്സുകൾക്ക് ചേരാൻ ശ്രമിക്കുന്നുമുണ്ട്. 2028 PR കിട്ടാനുള്ള സാധ്യതകളാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇത് ഒരു റിസ്കി തീരുമാനമായി തോന്നാമെങ്കിലും റിസ്ക് എടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും. PRന് അപേക്ഷിച്ചിട്ടും കുറഞ്ഞ CRS സ്കോറുകൾ ഉള്ളവർ വർക്ക് പെർമിറ്റ് തീരുന്നതിന് മുമ്പ് നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ PR ക്ഷണങ്ങളിൽ 500-ൽ കൂടുതൽ CRS പോയിന്റ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ കാനഡയിൽ തുടർന്ന് താമസിക്കാനും PR സാധ്യതകൾ മെച്ചപ്പെടുത്താനും നിയമപരമായ വഴികളുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ വിസയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിസ പുതുക്കാനുള്ള ചില വഴികളാണ് ഇനി പറയുന്നത്. PRന് അപേക്ഷിച്ചിട്ട് AOR, അതായത് അക്നോളജ്മെൻറ്റ് ഓഫ് റെസിപ്റ്റ് കിട്ടിയവർക്ക് ഒരു ബ്രിഡ്ജ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപേക്ഷിക്കാം. ഈ പെർമിറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞാലും കാനഡയിൽ താമസിക്കാം. PRന് ക്ഷണം കിട്ടാത്തവർക്ക് പ്രധാനമായിട്ടും 2 വഴികളുണ്ട്. സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുക. ഇതുവഴി നിങ്ങൾക്ക് പഠനം തുടരാനും ആഴ്ചയിൽ 20 മുതൽ 25 മണിക്കൂർ ജോലി ചെയ്യാനും സാധിക്കും. 2 വർഷത്തെ കോഴ്സിന് ചേരണമെന്നില്ല. 6 മാസത്തെ കോഴ്സിനും അപേക്ഷിക്കാം. കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അത് PR ലഭിക്കാൻ കൂടുതൽ സഹായകമാകും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കാം. വിസ കാലാവധി കഴിഞ്ഞവർക്ക് 90 ദിവസത്തിനുള്ളിൽ വിസ പുതുക്കാൻ സാധിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പുതിയ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കാനഡയിൽ താമസിക്കാം. ഈ കാര്യങ്ങൾ കൂടാതെ നിങ്ങളുടെ PRനുള്ള സാധ്യതകൾ കൂട്ടാൻ ശ്രമിക്കുക. പലരും CRS സ്കോർ കൂട്ടാൻ വേണ്ടി ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്. കാനഡയിൽ പഠിക്കാനും PR നേടാനും ആഗ്രഹിക്കുന്നവർ ഈ അവസരങ്ങൾ ഉപയോഗിക്കാതെ തിരിച്ചു പോയാൽ അത് വലിയ നഷ്ടമാകും. 2025 പോലും കാനഡയിൽ PR നേടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അത് കണ്ടെത്തുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ മതി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.